ഫാമിലീസ് വെൽക്കം ബാക്ക്. ഇന്നത്തെ പരീക്ഷണം നമ്മൾ തേങ്ങയും കൊണ്ടിട്ടാ വെള്ളയപ്പാക്കാനുള്ള പരിപാടിയാണ്. പരീക്ഷണം വിജയിച്ച വെള്ളയപ്പം തിന്നാ, അല്ലെങ്കിൽ തേങ്ങ മൊത്തം പോയിന്ന് വിചാരിക്കാം. തേങ്ങയ്ക്കൊക്കെ എന്മാതിരി പൈസ. എന്നാലും സാരമില്ല, അരമുറി തേങ്ങ എടുത്തിട്ടേ ഉള്ളൂ. ആദ്യം തന്നെ ഇതിന്റെ മെയിൻ പരിപാടിയായിട്ടാ തേങ്ങാപ്പാൽ എടുക്കുന്നത്. എനിക്ക് മടിയുള്ള കാര്യവും അത് തന്നെയാണ്. എന്നാലും വേറെ വഴിയില്ല, നമുക്ക് തേങ്ങാപ്പാൽ എടുത്തിട്ട് തന്നെ ആയിരിക്കണം. എന്നിട്ട് ഇതാ നമ്മൾ തേങ്ങയൊക്കെ എടുത്തിട്ട് ഇത് ഒന്നാം പാല രണ്ടാം പാലാന്ന് ചോദിച്ചാൽ ഒന്നും അറിയില്ല കേട്ടോ. ഒന്നും രണ്ടും മൂന്നും എല്ലാം കൂടി ഒന്നിച്ച് ഈ കലത്തിലാക്കി വെച്ചിരിക്കുന്നത്. ഇനി വയ്യ നിന്ന് ഓരോന്നായിട്ട് വെക്കാം. രണ്ടാം പാൽ എടുക്കണോ ഇല്ലെന്ന് ആലോചിക്കലാണ്. എന്നാലും സാരമില്ല, ഇത്രയും തേങ്ങ കളഞ്ഞല്ലേ, രണ്ടാം പാൽ എടുത്ത് വെച്ചാൽ വല്ല കരക്കാട്ടോ ഒഴിച്ചാലോ. അങ്ങനെ ഇതാ ഒന്നും രണ്ടും ഒക്കെ എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഒഴിച്ച പച്ചരി അവിടെ ഉണ്ട്. മടി എന്ന സാധനം ഇല്ലാത്ത ഒരാളായതുകൊണ്ട് തന്നെ എളുപ്പം വഴി നോക്കി പോയത് കേട്ടോ. കുറച്ച് അരിപ്പൊടി എടുത്ത് കുറച്ച് തേങ്ങാപ്പാൽ വെച്ച് എന്നിട്ട് നല്ല മിക്സ് വെൽ ഈ പരുവത്തിലാണ് കേട്ടോ. ഇത് എന്തിനാണെന്നറിയാലോ, നമ്മുടെ കപ്പി കാച്ചൽ എന്ന് പറഞ്ഞിട്ട് ഒരു പരിപാടി ഉണ്ടല്ലോ, അതിന് വേണ്ടിയിട്ടാട്ടോ. അങ്ങനെ ഒരു ഗ്ലാസ് വെള്ളം എക്സ്ട്രാ കൂട്ടിയിട്ട് ഇനി അടുത്ത പരിപാടി കേട്ടോ, മെയിൻ ടാസ്ക് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് കുറുക്കി എടുക്കുക. അങ്ങനെ പാത്രത്തിനും തവിക്കും കൈക്കുള്ള യുദ്ധത്തിൽ നമ്മൾ തന്നെ വിചാരിക്കുന്നു നമ്മൾ കപ്പി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് തന്നെ എടുത്തിട്ടാകുമ്പോൾ അരച്ചെടുക്കാം. പുറത്ത് നല്ല മഴയുണ്ട് കേട്ടോ, ഏത് സമയം കറണ്ട് പോകും. അതിന് മുമ്പ് ഇത് അരച്ചെടുത്തില്ലെങ്കിൽ നല്ല വെള്ളയപ്പല്ലാക്കുക. മിക്കവാറും ഇത് അങ്ങനെ തന്നെ എടുത്തിട്ട് നമ്മൾ ചാടേണ്ടി വരും. ഇത് തവിന്ന് വീഴുന്നില്ല കേട്ടോ, വേറെ വഴിയില്ല, നമ്മൾ തന്നെ എടുത്തിട്ടാ. ഇപ്പൊ പറയൂലേ ഗ്ലൗസ് ഇട്ടിട്ട് പണിയെടുക്കുന്ന പറഞ്ഞാൽ ആരെങ്കിലും കമന്റ് ആയിക്കല്ലേ. എനിക്ക് തൽക്കാലം ഗ്ലൗസ് ഇല്ല. അങ്ങനെ പച്ചരി ഇട്ടു. ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. പഞ്ചസാര ഇട്ടാലേ കുറച്ച് ഒരു മയം ഉണ്ടാവും, അതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ തേങ്ങാപ്പാൽ ഒഴിച്ച് അരച്ചിരിക്കുന്നത്. നമ്മുടെ വെള്ളയപ്പത്തിന് മാവ് വെള്ള കളറിൽ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി മെയിൻ പരിപാടിയാണ് നമ്മൾ ബാക്കി വെച്ച ഒന്നാം പാൽ രണ്ടാം പാൽ മൂന്നാം പാൽ എല്ലാം കൂടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഫ്രിഡ്ജിൽ വെക്കാം. നാളെ കറിക്കാട്ട് എടുക്കാം. അങ്ങനെ രാവിലെ തന്നെ എന്നിട്ട് തന്നെ ആദ്യ പരിപാടി കേട്ടോ, ഇത് പൊങ്ങിനോ ഇല്ലെന്ന് നോക്കാൻ. നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ആദ്യം ഇതിനുള്ള ചമ്മന്തി ഒന്ന് അരക്കാട്ടാ. ചമ്മന്തിയാ ചട്നിയാ എന്തെങ്കിലും കൂട്ടാട്ടാ. എന്റെ മോക്ക് ഇതന്നെ ഇഷ്ടം, വേറെ കറിയൊന്നും കൊടുത്താൽ കൂട്ടൂല കേട്ടാ. പിന്നെ മെയിൻ പരിപാടി ആദ്യം ഇതൊന്ന് അരച്ചെടുക്കാം. ഇന്നും നല്ല മഴയുണ്ട്, ഏത് സമയം കറണ്ട് പോകാം. അങ്ങനെ പറഞ്ഞ പോലെ തന്നെ കറണ്ട് പോയിരിക്കുന്നു കൈസ്. അതിന് നമ്മൾ അരച്ചെടുത്ത് എന്നാലും സാരമില്ല. കടുക് പൊട്ടിച്ച് കുറച്ച് ഉള്ളിയിട്ട് നമ്മൾ അരച്ച് വെച്ച തേങ്ങ അതിനകത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. ചട്നിക്ക് കൂട്ടായിട്ട് 4 കരിവേപ്പില തന്നെ ഇതിനകത്ത് കിടക്കട്ടെ കേട്ടോ. ഇതിപ്പോൾ നമ്മൾ നട്ട കരിവേപ്പില നിന്ന് പറിച്ചുകൊണ്ട് വന്നെയാണ്. കരിവേപ്പില തന്നെ തെറി വിളിക്കണ്ട. അങ്ങനെ അപ്പാക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. കറണ്ടൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തിന്നാനാകുമ്പോൾ അതാ കറണ്ട് വന്നു. എന്നാൽ നിങ്ങൾക്ക് കൂടി കാണിച്ചേക്കാന്ന് വെച്ചാൽ. അങ്ങനെ നമ്മുടെ വെള്ളയപ്പം ഇതാ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഒരു രക്ഷയില്ല കേട്ടോ, നമ്മൾ ആദ്യമായിട്ട് ആക്കുന്നതാണ്. അങ്ങനെ വെള്ളയപ്പത്തിന്റെ പരീക്ഷണത്തിന് നമ്മൾ തന്നെ വിജയിച്ചിരിക്കുന്നത്. വെള്ളയപ്പം വെള്ളയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത് ചട്നിയോ പിന്നെ ചമ്മന്തി എന്ത് വേണമെങ്കിൽ പറയാം കേട്ടോ. അങ്ങനത്തെ ഒരു കറി ആയിട്ട് നമ്മൾ കൂട്ടുന്നത്. പിന്നെ കട്ടൻ ഇല്ലാതെ എന്ത് അല്ലേ, രാവിലത്തെ കത്തലടക്കണമെങ്കിൽ പിന്നെ ഒരു ഗ്ലാസ് കട്ടൻ മസ്റ്റ് ആണല്ലോ. അങ്ങനെ ഒരു പപ്പം എടുത്ത് ഉള്ളി എടുക്കാൻ അതിന്റെ മോക്ക് കൊടുക്കാം കേട്ടോ. അതിന്റെ മോക്കാൻ വേണ്ടിയിട്ട് തന്നെ ഇത്രയും കഷ്ടപ്പെട്ടാക്കിയേ. ഓക്കെ നല്ലോണം ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല സോഫ്റ്റാണ്, ഒരു രക്ഷയില്ല. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. എന്നാലും ഈ പരീക്ഷണത്തിൽ നമ്മൾ തന്നെ വിചാരിക്കുന്നു. എന്നാൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.